Watch India's largest kids library only on Jio Hotstar. Download the app now. പ്രൊഫസർ വർണസ്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ കുറെ നേരമായി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. ഓക്കെ, നിങ്ങൾ 10 മുകളിൽ റോബോട്ട് ഉണ്ടാക്കിയോ? ഇതാണോ റോബോട്ട്? ഇതാണ് റിമോട്ടിക് മൈക്രോഫോൺ. ഈ റോബോട്ടിൽ ഞാൻ പത്തലുവിന്റെ ശബ്ദം ഫീഡ് ചെയ്തിട്ടുണ്ട്. നീ റിമോട്ടിൽ എന്ത് സംസാരിച്ചാലും അത് നിന്റെ ശബ്ദത്തിലായിരിക്കും, പക്ഷെ റോബോട്ട് പറഞ്ഞു വരുമ്പോ അത് പത്തലുവിന്റെ ശബ്ദത്തിലായിരിക്കും. ഇനിയിപ്പൊ നിങ്ങൾ എന്ത് പറഞ്ഞാലും ഈ റോബോട്ട് അത് മാത്രമേ ചെയ്യൂ. ഞാനൊരു ട്രയൽ നോക്കട്ടെ. ഹലോ പത്ലു, എന്റെ ബോസിനെ ഒന്ന് ആകാശത്ത് പറത്തിക്കാമോ? നമ്പർ 1, അടുത്ത തവണ ഇതുപോലെ തെറ്റായ കമാൻഡ്സ് കൊടുത്താൽ നിന്നെ ഞാൻ പെർമനന്റ് ആയിട്ട് പറപ്പിക്കും. വരൂ, സമൂസ കഴിച്ചിട്ട് വരാം. മോട്ടു, ഇന്ന് ഞാൻ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനെ ഒന്ന് പരീക്ഷിക്കാൻ പോവാണ്. നീ എന്റെ ശരിക്കുള്ള കൂട്ടുകാരനാണെങ്കിൽ ദാ കാണുന്ന ബോക്സറിനെ പോയിട്ട് ഒരു 2 പഞ്ച് കൊടുത്തിട്ട് വാ. ഇതെന്താ പറയുന്ന പത്തലു? കാലത്തെ തന്നെ സമൂസയ്ക്ക് പകരം തല്ലു മേടിച്ചേരാനാണോ നോക്കുന്നത് നീ? ഇതാണോ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ്? ഇതാണോ നിന്റെ സ്നേഹം എന്ന് പറയുന്നത്? അയാളെ പോയി ഇടിച്ചില്ലെങ്കിൽ പിന്നെ നീ എന്നോട് സംസാരിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് നിന്നോട് ദേഷ്യമാണ്. ഞാൻ നിനക്ക് വേണ്ടി എത്ര ജോലികൾ ചെയ്തിട്ടുണ്ട്. പോയിടിക്ക്. ശരി പത്തലു, വിഷമിക്കണ്ട. കൂട്ടുകാരന് വേണ്ടി ഞാൻ എന്തും ചെയ്യുന്നതാണ്. നമസ്കാരം ബോക്സർ ചേട്ടാ. ബോക്സർ ചേട്ടാ, പത്തല് പറയുന്നത് ഞാൻ നിങ്ങളെ 2 ഇടി ഇടിക്കണം അത്രേ. എങ്കിൽ മാത്രമേ അവൻ എന്നെ കൂട്ടുകാരനായിട്ട് കാണുള്ളൂ അത്രേ. അതുകൊണ്ട് ബോക്സർ ചേട്ടാ, പ്ലീസ് ഡോണ്ട് മൈൻഡ്. 1 2. മോട്ടു, ആദ്യമായിട്ടാ നീ ഇത്രയും പരാക്രമം കാണിച്ചത്. അതും എന്റെ സ്നേഹിതൻ പറഞ്ഞതിന്റെ പേരില് എനിക്ക് നല്ല സന്തോഷമുണ്ട്. നിന്നെ കുറിച്ച് എനിക്ക് ഒരുപാട് അഭിമാനം തോന്നുന്നു. കേട്ടോ മോട്ടു, ഇതിന്റെ പേരിൽ നമുക്ക് ഇന്നൊരു ചായ കുടിച്ച് ആഘോഷിക്കാം. വന്നേടാ മോട്ടു. താങ്ക് യു ബോക്സർ ചേട്ടാ. ഓഹോ, എന്താ ഇവിടെ സംഭവിക്കുന്നത്? മോട്ടുവിനെ ബോക്സർ ടീയും ടിഫിനൊക്കെ കഴിക്കാൻ വിളിക്കുന്നു. ബോക്സർ ചേട്ടാ, നിങ്ങൾ തന്ന ചായയിൽ പഞ്ചസാര കുറച്ച് കൂടുതലായിരുന്നു. പത്തലു, മതിയായ നിനക്ക്? ഇനി എന്നെ കൂട്ടുകാരനെ അംഗീകരിക്കൂ? ആ മതി. ഞാൻ വിചാരിച്ചതൊക്കെ നടന്നു. വാ, നമുക്ക് പോയി സമൂസ കഴിക്കാം. മോട്ടു, ഞാൻ വെച്ച ടെസ്റ്റിൽ നീ ആദ്യത്തെ ലെവല് പാസ്സായിരിക്കുകയാണ്. ഇപ്പൊ നീ പറ, എനിക്ക് വേണ്ടി നീ വേറെന്തൊക്കെയാ ചെയ്യാൻ പോകുന്നത്? പത്തലു ചങ്ങാതി, എന്റെ പ്രിയ കൂട്ടുകാരാ, ഞാൻ നിനക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ ഇപ്പൊ എന്ത് ചെയ്യാനാണ് നീ പറയുന്നത്? പറയൂന്നേ. ഡോണ്ട് ടേക്ക് ടെൻഷൻ. ഇനി ഞാൻ നിനക്ക് ഇഷ്ടപ്പെട്ട ജോലിയെ തരാൻ പോകുന്നത്. ഞാൻ നിർത്ത് എന്ന് പറയുന്നത് വരേക്കും നീ സമൂസ കഴിച്ചുകൊണ്ടേയിരിക്കണം. എന്താ? പൊളിച്ചേ. താങ്ക് യു പത്തലു, താങ്ക് യു. സത്യത്തിൽ ഇത്രയും തല്ല് മേടിച്ച സ്ഥിതിക്ക് എനിക്ക് ഒരുപാട് സമൂസയുടെ ആവശ്യമുണ്ട്. ഇതുപോലെയുള്ള കൂട്ടുകാരന് വേണ്ടി ഞാൻ ഏത് നിമിഷവും എന്തും ചെയ്യാൻ തയ്യാറാണ്. ചായക്കട ചേട്ടാ, ഞാൻ കഴിച്ച് തീരുന്നോടം വരെ നിങ്ങൾ സമൂസ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കണം. വേഗം കൊണ്ടുവരൂ. മോട്ടു എപ്പോഴും സമോസ കഴിച്ച സൂപ്പർമാൻ ആയിട്ട് മാറുമല്ലോ. പക്ഷെ ഇന്ന് സമോസ കഴിച്ച് ബോംബർമാൻ ആവാൻ പോകുന്നത്. ആ സമോസയിലുള്ള ഉരുളക്കിഴങ്ങ് ശരിക്കും വർക്കൗട്ട് ആവും. കാര്യങ്ങൾ ഞാൻ വിചാരിച്ച പോലെ തന്നെ നടക്കുന്നുണ്ട്. ഇനി കാണാൻ പോകുന്ന പൂരം കണ്ടോ? നീ കൊണ്ടുവരൂ, വേഗം ഉണ്ടാക്ക്. വേഗം കൊണ്ടുവരൂ.
മതിയാക്കന്റെ മോട്ടു. ഇനി എന്നെ കൊണ്ട് സമോസ ഉണ്ടാക്കാൻ മേല. സമോസയ്ക്കുള്ള മാവും മസാലയും ഒക്കെ തീർന്നു കഴിഞ്ഞു, അറിയാമോ? പത്ലു, മതിയാക്കാം. ഇനി നമുക്ക് മതിയാക്കാം. ചായക്കട ചേട്ടൻ സമൂസ ഉണ്ടാക്കിയും ഞാൻ കഴിച്ചും തളർന്നിരിക്കുകയാണ്. പ്ലീസ് പത്ലു, ഇനി എനിക്ക് ഒരു സമൂസ പോലും കഴിക്കാൻ പറ്റില്ല. സത്യം. ഇവിടെ ജോണിന്റെ ആളുകളൊന്നും കാണുന്നില്ലല്ലോ. ഇവിടെ ഇല്ലെങ്കിൽ അവന്മാർ എന്തെങ്കിലും പ്ലാൻ ഒപ്പിച്ചിട്ടുണ്ടാവും. മോട്ടുവിന് പണി കൊടുക്കുന്നുണ്ടാവും. അല്ല, ഇതെന്താ എന്റെ ഡ്യൂപ്ലിക്കേറ്റോ? എങ്കിൽ ജോണിന്റെ പ്ലാൻ എന്താന്ന് ആദ്യം മനസ്സിലാക്കണം, എന്നിട്ട് മുന്നിലേക്ക് പോകണം. എന്തായാലും ഇങ്ങോട്ട് വന്നത് നന്നായി. കാരണം ഇത്രയും സമൂസ കഴിച്ച സ്ഥിതിക്ക് എനിക്കൊരു വാക്കിംഗ് അത്യാവശ്യമാണ്. ഇപ്പൊ നീ നല്ല ഫീലിൽ ഇരിക്കുന്നത് കൊണ്ട് കാര്യങ്ങൾ എന്നോട് തുറന്ന് പറ. എനിക്ക് വേണ്ടി നീ വേറെ എന്തൊക്കെയാ ചെയ്യാൻ പോകുന്നതെന്നൊന്ന് പറ, വേഗം പറ. പത്ലു, നിന്റെ കൂട്ടുകാരനാണെന്ന് തെളിയിക്കാൻ ഇപ്പൊ തന്നെ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തി. ഇനി മതിയാക്കാൻ. ഇത് അവസാനത്തെ എക്സാം ആണ്. ഇത് കഴിഞ്ഞാ പിന്നെ ഞാൻ ഒരിക്കലും ഒരു പരീക്ഷണം വെക്കില്ല. ഉറപ്പാണ്. ഉറപ്പല്ലേ? എങ്കിൽ ശരി, പറയൂ, എന്താ ചെയ്യേണ്ടത്? വേഗം പറയൂ. കണ്ടില്ലേ ഈ വാലി എത്ര സുന്ദരമാണെന്ന്? ഇതിന്റെ ഈ ഭാഗത്ത് നിന്നും ആ ഭാഗത്തേക്ക് നീ ഒന്ന് ജമ്പ് ചെയ്ത് നോക്ക്. അതിനുശേഷം പിന്നെ ഞാൻ നിന്നോട് ഒരിക്കലും ഒരു എക്സാമിന്റെ കാര്യം പറയില്ല. ആ കാര്യം എന്തായാലും 100% ഉറപ്പാണ്. എന്റെ പത്ലു, ഇത് വാലിയല്ല, മുകളിലേക്ക് പോകാനുള്ള വഴിയാണ്. എന്നെ കൊണ്ടൊന്നും പറ്റില്ല. ഇങ്ങനെയൊക്കെയാണോ പരീക്ഷണം നടത്തുക? എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ നിനക്ക് എന്തോ പ്രശ്നമുണ്ടെന്നാണ് പത്ലു. കാരണം എന്റെ പത്ലു ഒരിക്കലും എന്റെ ജീവൻ അപകടത്തിലാക്കിയിട്ട് പരീക്ഷിക്കില്ല. നമുക്ക് രണ്ടുപേർക്കും ഇപ്പോ ഡോക്ടർ ജഡ്കറുടെ അടുത്തേക്ക് പോകാം. ഞാൻ അങ്ങോട്ട് വരുന്നില്ല. ഞാൻ വരുന്നില്ല. എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്റെ കൈ വിടാനാ പറഞ്ഞത്. ഇവന്മാർ അങ്ങോട്ട് എത്തുന്നതിന് മുമ്പ് ഡോക്ടർ ജഡ്കയുടെ അടുത്ത് പോയി എല്ലാ കാര്യങ്ങളും തുറന്ന് പറയണം. എന്നിട്ട് എന്റെ മോട്ടുവിനെ രക്ഷിക്കണം. പത്ലു, എന്റെ ചങ്ക, എന്റെ ബ്രോ, നീ ഒന്ന് സമാധാനിക്ക്. ജോൺ തീർച്ചയായും ഒരു റോബോട്ടിക് പത്ലുവിനെ ആയിരിക്കും മോട്ടുവിന്റെ കൂടെ വിട്ടിരിക്കുന്നത്. നീ ഒന്ന് അടങ്ങ്. അവന്റെ പ്ലാന് ഞാൻ തലകുത്തനെ മാറ്റി തന്ന പോരെ. വേഗം ചെക്ക് ചെയ്യൂ. അവൻ എന്തോ പറ്റിയിട്ടുണ്ട്. ഇതെങ്ങനെയാ വലിയേട്ടാ? ഇവിടെ എങ്ങനെയാ ഒരു പത്തിലൂടെ വന്നത്? എങ്ങനെ? മോട്ടു, എന്റെ സുഹൃത്തെ, പൊന്നു കൂട്ടുകാരാ, നീ എന്റെ പരീക്ഷയിൽ ഡിസ്റ്റിങ്ഷനിലാ പാസ്സായിരിക്കുന്നത്. നിന്റെ ഒപ്പമുള്ളത് ജോണിന്റെ റോബോട്ടിക് പത്തിലുവാണ്. നമ്മളെ വേർപിരിക്കാൻ വേണ്ടി ആ ജോൺ ഉണ്ടാക്കിയ പ്ലാനുകളാണ് അതൊക്കെ. ഇപ്പോഴെങ്കിലും ഒന്ന് മനസ്സിലാക്കി നീ. ജോൺ, നീ എന്റെ കൂട്ടുകാരൻ എന്റെ അടുത്തുനിന്ന് പിരിച്ചു മാറ്റാൻ നോക്കുകയാണല്ലേ? ഞാൻ നിന്നെ വെറുതെ വിടൂല. മോട്ടു, അവിടെ ഒന്ന് നിക്ക മോട്ടു. ജോണിന് നമുക്കൊരു നല്ല പണി കൊടുക്കാനായിട്ട് എന്റെ കയ്യിലൊരു വലിയ പ്ലാൻ ഉണ്ട്. ഓഹോ, ഈ ബോട്ടും പത്രവും കൂടി എന്റെ റോബോട്ടിനെ എന്താ കാണിക്കാൻ പോകുന്ന ഒരു പിടുത്തവും ഇല്ല. അവന്മാര് മൊത്തം കുളവാക്കുന്ന തോന്നുന്നത്. ആ റോബോട്ട് ഒന്ന് പുറത്ത് വരികയായിരുന്നെങ്കിൽ ബോട്ടുവിന്റെ കഥ അങ്ങ് തീർക്കാമായിരുന്നു. അപ്പൊ പിന്നെ പത്ലുവിന്റെ കഥയും തീരുമല്ലോ. ഓയ് പത്ലു, ചങ്കേ ബ്രോ, ഈ മൈക്രോഫോൺ നീ നിന്റെ ചെവിയിൽ വെച്ചു. അപ്പോഴേ ജോൺ പറയുന്നതൊക്കെ നിനക്ക് കേൾക്കാൻ സാധിക്കൂ. ജോൺ ഇതിലൂടെയാണ് റോബോട്ട് പത്ലുവിന് നിർദ്ദേശങ്ങൾ കൊടുത്തിരുന്നത്. ബോട്ടു, ആ വലിയ പാറകളെല്ലാം വലിച്ചെറിഞ്ഞ് അതിന്റെ താഴെ പോയി നിൽക്ക്. ആ പാറകൾ നിന്റെ തലയിൽ വീഴാൻ പോയാലും നീ അത് തടയരുത്. എന്നാലും നീ എന്തുമാത്രം എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റൂ. മോട്ടു, ആ കാണുന്ന പാറക്കല്ലില്ലേ, അത് വലിയ ഡിസ്റ്റർബ് ആവുന്നുണ്ട്. അതിനെടുത്ത് പിന്നിലേക്കിട്. നിനക്കിപ്പോ ആ ജോലി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ നിനക്കൊരു പരീക്ഷണം തന്നതാണ്. എന്തുവാടാ നോക്കുന്നത്? ഓ,
ഓഹോ, ഈ റോബോട്ടിന് എന്ത് പറ്റിയെന്ന് അറിയില്ലല്ലോ. ഞാൻ പറയുന്നതൊന്നും അനുസരിക്കുന്നില്ല. ഓക്കേ, ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം. മോട്ടു, നീ എന്നെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ തെങ്ങിന്റെ മുകളിൽ കയറി അതിൽ എടുത്തങ്ങ് ചാടണം. മോട്ടു, നീ എന്റെ അത്രയും വലിയ സുഹൃത്താണെങ്കിൽ ആ പിന്നിൽ കാണുന്ന അവന്മാരെ എല്ലാം പിടിച്ച് ആ കാണുന്ന തെങ്ങിന്റെ മുകളിലേക്ക് വലിച്ചെറിയേ. ഓഹോ, ഇല്ല. എങ്ങനെ എന്റെ റോബോട്ട് എനിക്ക് ശത്രുവായി മാറിയത്? അതിന് സാധ്യതയില്ല. ഇനി ഇങ്ങനെ വല്ലതും സംഭവിക്കോ? നിങ്ങളുടെ റോബോട്ട് പത്തിലും കൂടെ മോട്ടുവിന്റെ ഫ്രണ്ട് ആകുമോ? ആകട്ടെ, ആയിക്കോട്ടെ, ആർക്ക് വേണമെങ്കിലും ഫ്രണ്ടായി മാറട്ടെ. എന്നെ താഴെ ഇറക്ക്. നമ്പർ 1, നമ്പർ 2, നിങ്ങൾ എവിടെയാ? ഒന്ന് വേഗം ആവട്ടെ, എന്നെ രക്ഷിക്കുക. എന്തിനാണ് ഡാൻസ് കളിക്കുന്നത്? എവിടെങ്കിലും വെക്ക്. മോട്ടു, നീ എന്റെ അത്രയും വലിയ സുഹൃത്താണെങ്കിൽ ജോണിനെ പിടിച്ച് നല്ല ഇടി കൊടുക്ക്. എത്രയധികം ഇടിക്കാൻ പറ്റുന്നോ അത്രയധികം ഇടിക്ക്. ഞാൻ നിർത്തേന്ന് പറയുന്നവരെ ഇടിക്ക്. വേണ്ട, എന്നെ വിട് പോട്ടു. ഇരിക്കരുത് പോട്ടു, വേണ്ട. പോലീസ് സ്റ്റേഷനോ? ഓടിച്ചല്ല. ചിക്കൻ സാറേ. ഓഹോ, എന്റെ പൊന്ന് ചിങ്കം സാറേ, ഒന്ന് വേഗം ലോക്കപ്പ് അടയ്ക്ക് പ്ലീസ്. എന്റെ അമ്മോ, ജോൺ വേഗം പുറത്തേക്ക് വന്നേ. കുറ്റം ചെയ്യാതെ ജയിലിനകത്തിടാൻ പാടില്ല. ഇല്ല 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 ഇല്ല. എടാ ജോണേ, ഇനി വേറെ എന്തൊക്കെ സമ്മാനം വേണ്ടെന്ന് വേഗം പറ. അതും കൂടി ഇങ്ങോട്ട് തരാം. വേണ്ട, ഒന്നും ചെയ്യണ്ട. എനിക്ക് മനസ്സിലായി, നീ ആ റോബോട്ട് പത്ലു അല്ല. നീ ഒറിജിനൽ പത്ലു തന്നെയാ. ഞാൻ ചെയ്ത എല്ലാ തരികിട പരിപാടികളും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. ചിങ്കം സാറേ, പ്ലീസ് എന്നെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ അടച്ചേക്ക് പ്ലീസ്. Watch India's largest kids library only on Jio Hotstar. Download the app now.